ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC പ്രസത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ 10ാം ക്ലാസ്സിലെ SCERT ന്യൂ സിലബസ് പ്രകാരമുള്ള ജോഗ്രഫിയിലെ രണ്ടാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും. അപ്പോൾ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും. അപ്പോൾ ഈ ചാപ്റ്റർ കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ഒന്നാമത്തെ ചാപ്റ്റർ നന്നായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഈ ചാപ്റ്റർ പഠിക്കുന്നതായിരിക്കും കൂടുതൽ ഉചിതം. അപ്പോൾ അത് കാണാത്തവർക്ക് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഒന്നാമത്തെ വീഡിയോ കാണുക. ഒന്നാമത്തെ ചാപ്റ്റർ 2 പാർട്ടായിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കാണുക. കണ്ടതിന് ശേഷം മാത്രം അടുത്ത രണ്ടാമത്തെ ചാപ്റ്റർ കാണുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ നമ്മളിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിലിടുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുന്നു. കാലാവസ്ഥാ മേഖലകളും കാലാവസ്ഥാ മാറ്റവും എന്നതാണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര്. അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഉള്ളതുപോലെ ഈ ചാപ്റ്ററും തുടങ്ങുന്നത് ഒരു പാരഗ്രാഫോട് കൂടിയാണ്. അപ്പോൾ എന്താണെന്ന് നമ്മൾ ഇതൊന്നും ഒഴിവാക്കുന്നില്ല. കാരണം നമ്മുടെ SCERT PSC പരീക്ഷകൾക്ക് എല്ലാം വളരെ വളരെ വേണ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ SCERT സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻസ് ധാരാളമായിട്ട് PSC ആവർത്തിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ ഏത് ഭാഗത്ത് നിന്നാണ് ക്വസ്റ്റ്യൻ വരുന്നതെന്ന് നമുക്കറിയത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു ചാപ്റ്റർ എടുത്തു കഴിഞ്ഞാൽ ആ ചാപ്റ്റർ മുഴുവനായിട്ടും നമ്മൾ കവർ ചെയ്താണ് പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസത്തിനാണ് ഞാൻ കാനഡയിലെത്തിയത്. താമസിക്കുന്നത് ന്യൂ ബ്രൺസിക് പ്രവിശ്യയിൽ. ഇവിടെ തണുപ്പ് കാലം ആരംഭിച്ചിരിക്കുന്നു. ശൈത്യകാലത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് മേപ്പിൾ മരങ്ങൾ ഇല പൊഴിച്ചു തുടങ്ങി. എന്നാൽ പൈൻ മരങ്ങൾ പച്ചിച്ച് തന്നെ നിൽക്കുന്നു. സെപ്റ്റംബർ മധ്യത്തോടെയാണ് ഇവിടെ ശൈത്യകാലം ആരംഭിക്കുന്നത്. ജനുവരി അവസാനത്തോടെ അത് മൂർധന്യത്തിലെത്തും. പതിയെ പതിയെ തണുപ്പ് കുറഞ്ഞ് ഏപ്രിലോടെ അവസാനിക്കുകയും ചെയ്യും. ഈ കാലയളവിൽ ശരാശരി താപനില 20 ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും. ഇത് 35 ഡിഗ്രി സെൽഷ്യസ് വരെയൊക്കെ താഴാറുണ്ട്. -35 കേട്ടോ. -20 ഡിഗ്രി ആയിരിക്കും ശരാശരി താപനില എന്ന് പറയുന്നത്. ഇത് -35 ഡിഗ്രി സെൽഷ്യസ് വരെ താഴാറുണ്ട്. ശൈത്യകാലത്ത് ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് ശീതക്കാറ്റാണ്. ഈ കാലയളവിൽ ശക്തമായ മഞ്ഞുവീഴ്ചയുണ്ടാകും. 40 മുതൽ 50 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ മഞ്ഞടിഞ്ഞുകൂടും. ശൈത്യ കാലാവസ്ഥയെ അതിജീവിക്കുന്നതിന് ഒന്നിലധികം വസ്ത്രങ്ങൾ ധരിക്കണം. ജാക്കറ്റ്, കയ്യുറ, പാദരക്ഷകൾ എന്നിവയില്ലെങ്കിൽ കുഴങ്ങിയത് തന്നെ. വീടുകളിലും കെട്ടിടങ്ങളിലും എല്ലാം ഹീറ്ററുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാകും. മെയ് മാസം ആരംഭിക്കുന്നതോടെ താപനില ഉയരാൻ തുടങ്ങും. ആഗസ്റ്റ് മാസത്തോടെ അത് 30 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. വേനലിൽ പകൽ ചൂടുള്ളതും ആർദ്രവുമായിരിക്കും. ഇടയ്ക്ക് മഴയും ലഭിക്കാറുണ്ട്. വേനൽക്കാലത്ത് നേർത്ത വസ്ത്രങ്ങൾ ധരിച്ചാൽ മതിയാകും. അപ്പോൾ നിഖിൽ ഷിബു എന്ന് പറയുന്ന ഒരു ആളിൻ്റെ കുറിപ്പാണ് നമ്മൾ വായിച്ചത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് സമാനമാണോ നിഖിൽ താമസിക്കുന്ന നാട്ടിലെ കാലാവസ്ഥ? ചുവടെ നൽകിയ കാലാവസ്ഥാ ഘടകങ്ങളെ അടിസ്ഥാനമാക്കി കുറിപ്പ് വിശകലനം ചെയ്യൂ. അപ്പോൾ നമ്മൾ വായിച്ചതിൽ നമുക്ക് എന്തൊക്കെ മനസ്സിലായി? അവിടുത്തെ താപനില, വർഷണം, കാറ്റ്, ഇതൊക്കെ ഒരു സ്ഥലത്തെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്നുണ്ട്. നിഖിൽ താമസിക്കുന്ന ന്യൂ ബ്രൺസിക് പ്രവിശ്യയിൽ കഠിനമായ ശൈത്യവും മഞ്ഞ് വീഴ്ചയും അനുഭവപ്പെടുന്നുവെന്ന് കണ്ടില്ലേ? ലോകത്തെല്ലായിടത്തും കാലാവസ്ഥ ഒരുപോലെയാണോ? നമ്മൾ പഠിച്ചു, കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പഠിച്ചവർക്ക് അറിയാം എന്താണ്. ലോകത്തെല്ലായിടത്തും കാലാവസ്ഥ വ്യത്യസ്തമാണ്. ചിലയിടങ്ങളിൽ കടുത്ത തണുപ്പും മഞ്ഞ് വീഴ്ചയും അനുഭവപ്പെടുമ്പോൾ ചില പ്രദേശങ്ങളിൽ അതിയായ ചൂടും വരണ്ട അന്തരീക്ഷവും അനുഭവപ്പെടുന്നു. മിതോഷ്ണവും ആർദ്രതയും അനുഭവപ്പെടുന്ന മേഖലകളുമുണ്ട്. ഇത്തരത്തിൽ കാലാവസ്ഥാ വൈവിധ്യം നിറഞ്ഞതാണ് നമ്മുടെ ഭൂമി. കാലാവസ്ഥാ ഘടകങ്ങൾ എന്തെല്ലാമെന്ന് മുൻ അധ്യായത്തിൽ പഠിച്ചതോർക്കുന്നില്ലേ? താപം, വർഷണം തുടങ്ങിയ കാലാവസ്ഥാ ഘടകങ്ങളിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലുകളെ അടിസ്ഥാനപ്പെടുത്തി ലോകത്തെ വിവിധ കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം. അപ്പോൾ നമ്മൾ എന്തൊക്കെ ബേസ് ചെയ്തുകൊണ്ട്? താപം, അതുപോലെ വർഷണം, ഇത് രണ്ടും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ലോകത്തെ മുഴുവൻ എന്തായിട്ട് വിവിധ കാലാവസ്ഥാ മേഖലകളായി തരംതിരിക്കാം. അത് എന്താണ് കാലാവസ്ഥാ മേഖലകൾ എന്ന് നമുക്ക് നോക്കാം. സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന
വിശാല ഭൂപ്രദേശത്തെ ഒരേ കാലാവസ്ഥാ മേഖലയായി കണക്കാക്കാം, അല്ലെങ്കിൽ ക്ലൈമറ്റിക് റീജിയനായി കണക്കാക്കാം. അപ്പോൾ കാലാവസ്ഥാ മേഖലകളെന്ന് പറഞ്ഞാൽ എന്താ, സമാന കാലാവസ്ഥാ സവിശേഷതകൾ അനുഭവപ്പെടുന്ന വിശാല ഭൂപ്രദേശത്തെയാണ് നമ്മൾ എന്തായിട്ട് കണക്കാക്കുന്നത്, ഒരേ കാലാവസ്ഥാ മേഖലയായി കണക്കാക്കുന്നത്. ലോകത്തിലെ ചില പ്രധാന കാലാവസ്ഥാ മേഖലകളാണ് ചുവടെ നൽകിയിട്ടുള്ളത്. അവ ഏതെല്ലാം എന്നാണ് ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ ഒന്നാമത്തേത് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഇനി രണ്ടാമത്തേത് മൺസൂൺ കാലാവസ്ഥാ മേഖല. മൂന്നാമത്തേത് സാവന്ന കാലാവസ്ഥാ മേഖല. അടുത്തത് ഉഷ്ണ മരുഭൂമികൾ. അത് കഴിഞ്ഞതാണ് മിതോഷ്ണ പുൽമേടുകൾ. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗേ മേഖല, ടണ്ട്ര മേഖല. അപ്പോൾ നമ്മുടെ ലോക കാലാവസ്ഥകളെ നമ്മൾ ഇതുപോലെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കാലാവസ്ഥാ മേഖലകളെ ഇതേപോലെ തരംതിരിച്ചിട്ടുണ്ട്. ഏതൊക്കെ നമ്മൾ പറഞ്ഞു, ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല, മൺസൂൺ കാലാവസ്ഥാ മേഖല, സാവന്ന കാലാവസ്ഥാ മേഖല, ഉഷ്ണ മരുഭൂമികൾ, മിതോഷ്ണ പുൽമേടുകൾ, മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല, ടൈഗേ മേഖല, ടണ്ട്ര മേഖല. ഇങ്ങനെയാണ് നമ്മുടെ കാലാവസ്ഥാ മേഖലകൾ. ഓരോ മേഖലയിലും തനതായ കാലാവസ്ഥയും അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണുള്ളത്. പറഞ്ഞല്ലോ, ഓരോ മേഖലയിലും എന്താണ്, അതിൻ്റെതായ കാലാവസ്ഥയുണ്ട്, അതിനനുസൃതമായി രൂപപ്പെട്ടിട്ടുള്ള സസ്യജന്തുജാലങ്ങളുമാണുള്ളത്. ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ചാണ് അതത് മേഖലകളിലെ ജനജീവിതവും രൂപപ്പെടുന്നത്. അപ്പോൾ അതത് മേഖലകളിലെ ജനജീവിതം നമുക്കറിയാം, നമ്മുടെ ഭൂമി ശാസ്ത്രപരമായ സവിശേഷതകൾക്കനുസരിച്ചാണ് നമ്മൾ ജീവിക്കുന്ന മേഖലയിൽ ജനജീവിതം രൂപപ്പെട്ടിരിക്കുന്നത്. പ്രധാന കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകളിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് കടന്നു ചെല്ലുന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. നമ്മൾ ഒന്നാമത്തത് പറഞ്ഞു, എന്താണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്താണെന്ന് നോക്കാം. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ വസിക്കുന്ന പിഗ്മി ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ ജീവിത രീതി സൂചിപ്പിക്കുന്നതാണിത്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. ഇത് എന്താണ്, നമ്മുടെ ചിത്രത്തിലെ പിഗ്മികളുടെ ജീവിത രീതിയാണ് ഈ ഒന്നാമത്തെ ചിത്രത്തിൽ തന്നിരിക്കുന്നത്. പിഗ്മികൾ, ഇവരാണ് പിഗ്മികൾ എന്ന് പറയുന്നത്. ഈ കാണുന്നതാണ് പിഗ്മികൾ. അപ്പോൾ ഇവരുടെ ജീവിത രീതി കണ്ടോ, ഇവർ ഗുഹകൾ, ഇതേപോലെ ഉള്ള ഗുഹകളിലാണ് ഇവർ താമസിക്കുന്നത്. ഇവർ ഇവിടെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളൊക്കെ കണ്ടോ. അപ്പോൾ ഇതാണ് ഇവരിങ്ങനെ എന്താണ്, തോലും പുല്ലും ഒക്കെ മറച്ചു വെച്ച് ഇലകളും ഒക്കെ കൊണ്ടാണ് ഇവരുടെ വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. ഇനി തീ കൂട്ടി അവർ ആഹാരം പാചകം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. നമ്മൾ ഇനി ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഭൂമധ്യരേഖയ്ക്ക് വടക്കും തെക്കുമായി 10 ഡിഗ്രി വരെയുള്ള അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ്, ഭൂമധ്യരേഖയ്ക്ക് വടക്കും 10 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്, തെക്കും 10 ഡിഗ്രി സെൽഷ്യസ് ഉണ്ട്. ഈ അക്ഷാംശത്തിൽ വ്യാപിച്ചിരിക്കുന്ന കാലാവസ്ഥാ മേഖലയാണ് നമ്മൾ ഈ പറഞ്ഞ ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖല. ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ, ഇനി ഇവിടെ ഒരു എന്താണ്, ചിത്രം 3.3 നിരീക്ഷിച്ച് ഈ മേഖലയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിത്രം 3.3 നോക്കാം. താഴോട്ട് പോകുമ്പോൾ കാണാം. ഇനി വർഷം മുഴുവൻ ഉയർന്ന താപനിലയും വളരെ ഉയർന്ന തോതിലുള്ള മഴയുമാണ് ഈ മേഖലയുടെ സവിശേഷത. അപ്പോൾ എന്താണ്, ഈ ഒരു ഭൂമധ്യരേഖ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എന്താണ്, വർഷം മുഴുവൻ ഉയർന്ന താപനില, എപ്പോഴും എന്താണ്, കടുത്ത ചൂടായിരിക്കും.
വളരെ ഉയർന്ന തോതിലുള്ള മഴയുണ്ട്. അപ്പോൾ ചൂടിനനുസരിച്ച് എന്തുകൊണ്ട് ഉയർന്ന തോതിലുള്ള മഴയുമുണ്ട്. അങ്ങനെ ഒരു കാലാവസ്ഥയാണ് ഭൂമധ്യരേഖ പ്രദേശത്തുള്ള കാലാവസ്ഥ എന്ന് പറയുന്നത്. ഈ മേഖലയുടെ സവിശേഷതയാണ് നമ്മൾ ഈ പറഞ്ഞത്. സൂര്യരശ്മികൾ വർഷം മുഴുവൻ ഏറെക്കുറെ ലംബമായി പതിക്കുന്ന മേഖലയായതുകൊണ്ടാണ് ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടുതലായിരിക്കുന്നത്. അപ്പോൾ ചൂട് കൂടുതലാവാനുള്ള കാരണം എന്താണ്? ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയിൽ ചൂട് കൂടാൻ കാരണം വർഷം മുഴുവൻ അവിടെ സൂര്യപ്രകാശം എങ്ങനെയാണ് ലഭിക്കുന്നത്? ലംബമായിട്ടാണ് പതിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ചൂട് കൂടാൻ കാരണം. ഇത് ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും കാരണമാകുന്നു. അപ്പോൾ ചൂട് കൂടുന്നതിന് കൊണ്ട് എന്ത് ചെയ്യും? വായു സംവഹനം ഉണ്ടാകുന്നു. ഉയർന്ന വായു സംവഹനം ഉണ്ടായാൽ അവിടെ എന്തുണ്ടാകും? അവിടെ സംവഹന മഴ ഉണ്ടാകുന്നു. അപ്പോൾ ഉയർന്ന വായു സംവഹനത്തിനും സംവഹന മഴയ്ക്കും ഇത് കാരണമാകുന്നു. ഈ പ്രദേശങ്ങളിൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം മഴ ലഭിക്കുന്നു. അപ്പോൾ ഈ പ്രദേശത്തിൻ്റെ പ്രത്യേകത എന്താണ്? എല്ലാ ദിവസവും ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ ഉച്ചയ്ക്ക് ശേഷം നല്ല മഴയായിരിക്കും. സംവഹന മഴയെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഓർക്കുന്നില്ലേ? അപ്പം നമ്മൾ സംവഹന മഴയെക്കുറിച്ചൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞായിരുന്നു. ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ലഭിക്കുന്നതിനാൽ ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിൽ നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നു. അപ്പം നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്ന മേഖല ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, ഭൂമധ്യരേഖാ കാലാവസ്ഥാ മേഖലയിലാണ് നിത്യഹരിത വനങ്ങൾ ധാരാളമായി കാണപ്പെടുന്നത്. അതിന് കാരണം എന്താണ്? ഉയർന്ന താപനിലയും ഉയർന്ന തോതിലുള്ള മഴയും ആണ്. ഭൂമധ്യരേഖ കാലാവസ്ഥാ മേഖലയുടെ കൂടുതൽ വിവരങ്ങൾ തുടർന്നുള്ള അധ്യായത്തിൽ വിശദമായി ചർച്ച ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ തുടർന്നുള്ള അധ്യായത്തിൽ നമ്മൾ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ഇനി അടുത്ത് നമ്മൾ രണ്ടാമത്തെ പറയുന്നതാണ് മൺസൂൺ കാലാവസ്ഥാ മേഖലയെക്കുറിച്ചാണ് പഠിക്കുന്നത്. മൺസൂൺ കാലാവസ്ഥാ മേഖല നമ്മുടെ രാജ്യം ഉൾപ്പെടുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മഴ ലഭിക്കുന്നത് മുഖ്യമായും മൺസൂൺ കാലത്താണെന്ന് അറിയാമല്ലോ. അപ്പം നമുക്കറിയാം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ, വടക്ക് കിഴക്കൻ മൺസൂൺ, ഇങ്ങനെ മൺസൂൺ കാലമുണ്ട്. നമുക്ക് കിട്ടുന്നത് കൂടുതലും തെക്ക് പടിഞ്ഞാറൻ മൺസൂണാണ്. ഈ മൺസൂൺ കാലാവസ്ഥ മേഖലയിലാണ് മൺസൂൺ കാലത്ത് നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ കൂടുതലായിട്ട് മഴ ലഭിക്കുന്നത്. അത് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മൺസൂൺ മഴയാണ് ലഭിക്കുന്നത്. കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ. അപ്പോൾ മൺസൂൺ കാറ്റുകളുടെ പ്രത്യേകത എന്താണ്? കാലികമായി ദിശാവ്യതിയാനം സംഭവിക്കുന്ന കാറ്റുകളാണ് മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് ഗതിമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ കാറ്റിൻ്റെ പ്രത്യേകത എന്താണ്? വേനൽക്കാലത്ത് കടലിൽ നിന്നും കരയിലേക്കും ശൈത്യകാലത്ത് തിരിച്ച് കരയിൽ നിന്നും കടലിലേക്കും ഈ കാറ്റുകൾക്ക് എന്ത് സംഭവിക്കുന്നു? ഗതിമാറ്റം സംഭവിക്കുന്നു. അപ്പോൾ അതാണ് നമ്മുടെ മൺസൂൺ കാറ്റുകൾ എന്ന് പറയുന്നത്. മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പം മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നതിന് കാരണം എന്താണ്? മൺസൂൺ കാറ്റുകൾക്ക് നിർണായക സ്വാധീനമുള്ളത് കൊണ്ടാണ് ഈ മേഖല എന്തെന്നറിയപ്പെടുന്നത്? മൺസൂൺ കാലാവസ്ഥാ മേഖല എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണോ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൽ മാത്രമാണോ മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്നത്? അല്ല, ലോകത്തിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ ലോകത്ത് മറ്റ് ചില പ്രദേശങ്ങളിലും ഈ മൺസൂണിൻ്റെ പോലത്തെ കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അറ്റ്ലസ് എന്നിവ നിരീക്ഷിച്ചു. അപ്പോൾ ചിത്രം 2.2 അതുപോലെ അറ്റ്ലസ് തന്നിട്ടുണ്ട്. ഇവ നിരീക്ഷിച്ച് എന്ത് ചെയ്യുക? മൺസൂൺ കാലാവസ്ഥ അനുഭവപ്പെടുന്ന പ്രദേശങ്ങൾ ഏതെല്ലാമെന്ന് പട്ടികപ്പെടുത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ്? ഇന്ത്യൻ ഉപഭൂഖണ്ഡം, പിന്നെ മൺസൂൺ കാലാവസ്ഥ ഉള്ള പ്രദേശങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏതൊക്കെയാണ് മൺസൂൺ കാലാവസ്ഥ ഉള്ള സ്ഥലങ്ങളാണ്? നമ്മുടെ വടക്കേ അമേരിക്കയുടെ ഏതാനും സ്ഥലങ്ങൾ, തെക്കേ അമേരിക്കയുടെ ഏതാനും സ്ഥലങ്ങൾ, ഈ ഭാഗങ്ങളാണ് കേട്ടോ. ഇവിടെയാണ് മൺസൂൺ കാലാവസ്ഥയുള്ളത്. അതുപോലെ ആഫ്രിക്കയിലെ കുറച്ച് ഭാഗങ്ങൾ, പിന്നെതാണ് ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങളിൽ, അതുപോലെ നമ്മുടെ ഓസ്ട്രേലിയയുടെ കുറച്ച് ഭാഗങ്ങളിൽ, പിന്നെന്താണ് ഇവിടെയൊക്കെയാണ് എന്ത് ലഭിക്കുന്നത്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥ, മൺസൂൺ മേഖലകൾ ലഭിക്കുന്നത്, മൺസൂൺ കാറ്റുകൾ ലഭിക്കുന്ന സ്ഥലങ്ങളാണ് ഇവിടെ നമ്മൾ പറഞ്ഞത്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ആർദ്രവും ദീർഘവുമായ വേനൽക്കാലവും വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലവും
മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷതയാണ്. ഇനി മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത പറയുമ്പോൾ നമുക്കിതൊക്കെ പറയാം. എന്താണ് അവിടുത്തെ കാലാവസ്ഥ എങ്ങനെയാണ്? ആർദ്രവും ദീർഘവുമായ വേനൽക്കാലം. അപ്പോൾ ദീർഘവും ആർദ്രവുമായ വേനൽക്കാലമാണ് മൺസൂൺ കാലത്ത് നമുക്ക് ലഭിക്കുന്നത്. വരണ്ടതും ഹ്രസ്വവുമായ ശൈത്യകാലം. അപ്പോൾ ഇവിടുത്തെ ശൈത്യകാലം എങ്ങനെയാണ്? വരണ്ടതാണ്, ഹ്രസ്വകാലമേ ഉള്ളൂ ശൈത്യകാലം. മൺസൂൺ കാലാവസ്ഥയുടെ സവിശേഷത പറഞ്ഞു. മൺസൂൺ കാലാവസ്ഥാ മേഖലകളിൽ ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ വളരെ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. അപ്പോൾ മൺസൂൺ കാലാവസ്ഥയിൽ ദൈനിക താപാന്തരം, ഓരോ ദിവസവുമുള്ള ദിനാന്ത താപാന്തരം, നമ്മുടെ ദിവസത്തിലെ താപാന്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? തീരപ്രദേശങ്ങളിൽ വളരെ കുറവായിരിക്കും. താപാന്തരം, ദൈനിക താപാന്തരം തീരപ്രദേശങ്ങളിൽ കുറവും ഉൾപ്രദേശങ്ങളിൽ വളരെ കൂടുതലുമായിരിക്കും. ദൈനിക താപാന്തര നില ഈ വ്യത്യാസം ദൈനിക താപാന്തരത്തിലെ ഈ വ്യത്യാസം എന്തുകൊണ്ടായിരിക്കും? കാരണം നമുക്കറിയാം തീരപ്രദേശങ്ങളിലെ നമ്മൾ പഠിച്ചായിരുന്നു എന്താണ് ജലത്തിൻ്റെ സാന്നിധ്യം, അതുപോലെ ഈർപ്പമൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് അവിടെ താപനില വളരെ കുറവായിരിക്കും. പക്ഷേ ഉൾപ്രദേശങ്ങളിൽ എന്താണ് സമുദ്ര സാമീപ്യമൊക്കെ കുറവാകുന്ന സ്ഥലത്ത് താപം കൂടുതലായിരിക്കും. ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ട്. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം, ഈ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക. ഭൂപ്രകൃതി, കാറ്റിൻ്റെ ദിശ, തീരപ്രദേശത്ത് നിന്നുള്ള അകലം എന്നീ ഘടകങ്ങൾക്കനുസരിച്ച് മൺസൂൺ പ്രദേശത്ത് മഴ ലഭ്യതയിലും ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാം. കേവലം 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ ഈ മേഖലയിലുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? 50 സെൻറ്റിമീറ്റർ മാത്രം വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശം മുതൽ 1000 സെൻറ്റിമീറ്ററിന് മുകളിൽ, 1000-ന് മുകളിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങൾ വരെ എവിടെയുണ്ട്? ഈ മൺസൂൺ മേഖലയിലുണ്ട്. വിവിധ തരം മഴകളെക്കുറിച്ച് മുൻ അധ്യായത്തിൽ ചർച്ച ചെയ്തത് ഓർക്കുന്നില്ലേ? അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലേന്ന് അതുകൊണ്ടാണ് നമ്മൾ പറഞ്ഞത് കഴിഞ്ഞ ചാപ്റ്റർ പഠിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു ചാപ്റ്ററിലേക്ക് നമ്മൾ കടന്നു വരേണ്ടത്. അപ്പോൾ എന്നാൽ മാത്രമേ നമുക്ക് വ്യക്തമായ രീതിയിൽ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അടുത്ത നമ്മൾ പറയുന്നത് മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ സംവഹന മഴ ലഭിക്കാറുണ്ടോ? ഉയർന്ന താപനിലയും മഴ ലഭ്യതയും സസ്യജാലങ്ങൾ ഈ മേഖലയിലെ വനങ്ങൾ നിബിഡമാകാൻ സഹായിക്കുന്നു. അപ്പോൾ മൺസൂൺ മേഖലയിലെ വനങ്ങൾ നിബിഡമാകാനായിട്ട് സഹായിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉയർന്ന താപനിലയും മഴ ലഭ്യതയും മൂലം ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടുത്തെ സസ്യജാലങ്ങൾ ഇങ്ങനെ ഇടതൂർന്ന് വളരുന്നതും അവിടുത്തെ ആ മേഖലയിലെ വനങ്ങൾ നിബിഡമാകുന്നതിനും കാരണം. ഈ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മേഖലയിൽ പൊതുവെ നിത്യഹരിത വൃക്ഷങ്ങളുണ്ട്. അതായത് എപ്പോഴും പച്ചപ്പായിട്ടുള്ള വൃക്ഷങ്ങൾ, നിത്യഹരിത വൃക്ഷങ്ങളും ഇലപൊഴിയും വൃക്ഷങ്ങളും കാണപ്പെടുന്നു. എവിടെയാണ്? മൺസൂൺ മേഖലയിൽ. ഇനി ഇങ്ങനെയൊക്കെ ആണെങ്കിലും അപ്പോൾ നിത്യഹരിത വൃക്ഷങ്ങളുണ്ട്, ഇലപൊഴിയും വൃക്ഷങ്ങൾ ഇതൊക്കെ കാണപ്പെടുന്നു എങ്കിലും കൂടുതൽ വ്യാപകമായി കാണപ്പെടുന്നത് ഇലപൊഴിയും കാടുകളാണ്. അപ്പോൾ മൺസൂൺ മേഖലയിലെ പ്രധാനപ്പെട്ട കാടുകൾ ചോദിച്ചാൽ അവിടെ എന്താണ്? ഇലപൊഴിയും കാടുകളാണ് മൺസൂൺ മേഖലയിൽ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് കാണപ്പെടുന്നു. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നുകൂടി അറിയപ്പെടുന്ന മേഖലയാണ് ഏത്? നമ്മുടെ മൺസൂൺ മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ഉഷ്ണമേഖല ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്ന മൺസൂൺ വനങ്ങളിൽ മഴ ലഭ്യതയ്ക്കനുസരിച്ച് എന്തുണ്ട്? വ്യത്യസ്ത ഇനം വൃക്ഷങ്ങൾ ഇടകലർന്ന് വളരുന്നുണ്ട്. ഇതാ നമ്മുടെ മൺസൂൺ വനമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇനി
ലോകത്തിലെ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് മൺസൂൺ മേഖല. അപ്പോൾ മൺസൂൺ മേഖല എന്ന് പറഞ്ഞാൽ ലോകത്തിലെ തന്നെ വെച്ച് നോക്കുകയാണെങ്കിൽ ജനസാന്ദ്രതയേറിയ പ്രദേശങ്ങളിൽ ഒന്നാണ് നമ്മുടെ മൺസൂൺ മേഖല എന്ന് പറയുന്നത്. ഉയർന്ന മഴ ലഭ്യതയും തൊഴിലാളി ലഭ്യതയും മൺസൂൺ കാലാവസ്ഥ മേഖലയെ ഒരു പ്രധാന കാർഷിക മേഖലയായി നിലനിർത്തുന്നു. ഉഷ്ണമേഖലാ വിളകളായ നെല്ല് ഇമ്പോർട്ടൻ്റ് ആണ്. നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി തുടങ്ങിയവ ഈ മേഖലയിൽ കൃഷി ചെയ്യുന്നു. അപ്പോൾ ഉഷ്ണമേഖലാ വിളകളായ എന്തൊക്കെയാണ്? നെല്ല്, കരിമ്പ്, ചണം, പരുത്തി, തേയില, കാപ്പി എന്നിവ കൃഷി ചെയ്യുന്നത് നമ്മുടെ ഈ മൺസൂൺ കാലാവസ്ഥാ മേഖലയിലാണ്. ഈ വിളകളെ നമ്മൾ എന്തെന്നു കൂടി പറയുന്നു? ഈ പറഞ്ഞ വിളകളെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നതിന് കാരണമെന്ത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവയൊക്കെ ഉഷ്ണമേഖലാ വിളകൾ എന്ന് വിളിക്കുന്നത്? നമ്മുടെ മൺസൂൺ കാലാവസ്ഥാ മേഖലയിൽ വളരുന്ന സസ്യങ്ങളായതുകൊണ്ട് തന്നെയാണ് ഇവയ്ക്ക് എന്ത് പേര് കിട്ടിയിരിക്കുന്നത്? ഉഷ്ണമേഖലാ വിളകൾ എന്ന പേര് ലഭിക്കുന്നത്. തീവ്ര ഉപജീവന കൃഷിയാണ് ഈ പ്രദേശത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവർ കൂടുതൽ നടത്തുന്ന എന്താണ്? നിത്യജീവിതത്തിനുള്ള കൃഷികളാണ് അല്ലേ? ഉപജീവന കൃഷിയാണ് ഈ നമ്മുടെ ഉഷ്ണമേഖലാ വിളകൾ മേഖലയിൽ അതായത് മൺസൂൺ മേഖലയിൽ നടക്കുന്നത്. അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. അപ്പോൾ തീവ്ര ഉപജീവന കൃഷിയാണ് എവിടെ നിലനിൽക്കുന്നത്? നമ്മുടെ ഉഷ്ണമേഖല പ്രദേശത്ത് അല്ലെങ്കിൽ മൺസൂൺ മേഖലയിൽ നിലനിൽക്കുന്നത്. അതുപോലെ തന്നെ എന്തുകൂടിയുണ്ട്? അപൂർവം പ്രദേശങ്ങളിൽ പ്രാചീന ഉപജീവന കൃഷി രീതിയായ സ്ഥാനമാറ്റ കൃഷിയും നിലവിലുണ്ട്. സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട്. ഈ സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട് ഈ സ്ഥാനമാറ്റ കൃഷിക്ക്. അവ ഏതെല്ലാമെന്ന് അന്വേഷിച്ചറിയാനും പറഞ്ഞിട്ടുണ്ട്. ഇനി മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും വൈവിധ്യം പ്രകടമാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൺസൂൺ മേഖലാ കാലാവസ്ഥ എന്ന് പറയുന്നത്. സ്ഥാനമാറ്റ കൃഷിക്ക് മൺസൂൺ മേഖലയിലെ വിവിധ രാജ്യങ്ങളിൽ വ്യത്യസ്ത പേരുകളുണ്ട്. അവ ഏതെല്ലാമെന്ന് അന്വേഷിച്ചറിയൂ. അപ്പോൾ നമ്മുടെ സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ ആദിവാസികൾക്കിടയിൽ നടന്നു വരുന്ന വനമേഖലയിൽ ചെയ്യുന്ന ഒരുതരം കൃഷിയാണ് സ്ഥാനമാറ്റ കൃഷി എന്ന് പറഞ്ഞാൽ. അതായത് കുറേ നാൾ ഒരു സ്ഥലത്ത് കൃഷി ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം ആ സ്ഥലം ഉപേക്ഷിച്ചിട്ട് അടുത്ത സ്ഥലത്ത് കൃഷി തുടങ്ങും. ഈ വനമൊക്കെ ചുട്ട് കരിച്ച് അതിനുശേഷം തുടങ്ങുന്ന കൃഷി രീതിയാണ്. അപ്പോൾ ഇത് ഒറീസയിൽ ഈ ഒരു കൃഷി രീതി, ഇന്ത്യയിലാണെങ്കിൽ ഒറീസയിൽ അതുപോലെ മറ്റ് ചില സ്ഥലങ്ങളിലൊക്കെ ഈ കൃഷി രീതി നിൽക്കുന്നുണ്ട്. ഇപ്പോൾ കേരളത്തിലും ആദിവാസി മേഖലയിൽ ഈ കൃഷിയുണ്ട്. അതുപോലെ ഈ ജൂം കൃഷിയൊക്കെ ഇതിനുദാഹരണമാണ്. ജൂം കൃഷി രീതി. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ഥാനമാറ്റ കൃഷി എന്ന് പറയുന്നത്. അപ്പോൾ മഴ ലഭ്യതയിൽ വ്യത്യാസം വരുന്നതനുസരിച്ച് സസ്യജാലങ്ങളുടെ ഇനം, വൈവിധ്യം, ഉയരം എന്നിവയിലെല്ലാം വ്യത്യാസം വരുന്നുണ്ട്. ജന്തുജാലങ്ങളിലും ഈ വൈവിധ്യം പ്രകടമാണ്. അടുത്ത് നമ്മൾ പറയുന്നത് സാവന്ന കാലാവസ്ഥാ മേഖലയാണ്. ഇരു അർദ്ധഗോളങ്ങളിലുമായി 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകളാണ് സാവന്ന. അപ്പോൾ സാവന്ന എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ 2 അർദ്ധഗോളങ്ങളിലുമായിട്ട്, അതായത് നോർത്തും സൗത്തും 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ കാണപ്പെടുന്ന ഉഷ്ണമേഖലാ പുൽമേടുകൾ, അതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? സാവന്ന എന്ന് പറയുന്നത്. വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് ഈ പുൽമേടുകൾ അറിയപ്പെടുന്നത്. ആഫ്രിക്കയിൽ സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനസ്വലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഇത് വ്യക്തമായിട്ട് പഠിച്ചു വെക്കുക. എന്താണ് നമ്മൾ പറഞ്ഞു? 10 ഡിഗ്രി മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഉഷ്ണമേഖലാ പുൽമേടുകൾ കാണപ്പെടുന്നത്. ഈ ഉഷ്ണമേഖലാ പുൽമേടുകൾ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്ത പേരുകളിൽ അറിയപ്പെടുന്നു. ആഫ്രിക്കയിലാണെങ്കിൽ ഇത് സാവന്ന എന്നും തെക്കൻ ബ്രസീലിൽ കാംബോസ് എന്നും വെനസ്വലയിൽ ലനോസ് എന്നും അറിയപ്പെടുന്ന പുൽമേടുകളാണ് ഏത്? സാവന്ന
കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത്. ഇനി സാവന്ന കാലാവസ്ഥാ മേഖല ഇവിടെ തന്നിട്ടുണ്ട്. നമ്മുടെ അറ്റ്ലസ് നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. എന്താണ് സാവന്ന കാലാവസ്ഥാ മേഖലയുള്ള ഭൂഖണ്ഡങ്ങൾ എവിടെയൊക്കെ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഒന്നാമത്തേത് ആഫ്രിക്കയിലാണ്. ഇതാണ് സാവന്ന പുൽമേടുകൾ, ഈ ഉഷ്ണമേഖല എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേത് ഓസ്ട്രേലിയയിലുണ്ട്. അതുപോലെ നമ്മുടെ ലനോസ്, അതുപോലെ ബ്രസീലിലാണ് ലനോസും കമ്പോസ് എന്നിവിടങ്ങളിലും ഈ ഒരു സാവന്ന പുൽമേടുകൾ കാണപ്പെടുന്നുണ്ട്. ഇനി ഉഷ്ണമേഖലാ പുൽമേടുകളിൽ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലവും തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അപ്പോൾ ഈ ഉഷ്ണമേഖലാ പുൽമേടുകൾ എടുക്കുകയാണെങ്കിൽ അവിടെ ഉഷ്ണവും ആർദ്രവുമായ വേനൽക്കാലമാണുള്ളത്. നല്ല ചൂടായിരിക്കും, ഈർപ്പവും ഉള്ള വേനൽക്കാലമാണ് അവിടെ ഉള്ളത്. തണുപ്പ് കുറഞ്ഞ വരണ്ട ശൈത്യകാലവും അനുഭവപ്പെടുന്നു. അപ്പോൾ അവിടുത്തെ ശൈത്യകാലം എങ്ങനെയാണ്? തണുപ്പ് കുറവായിരിക്കും, അതുപോലെ വരണ്ട ശൈത്യകാലമാണ് ഇവിടെ ഉള്ളത്. ഇവിടുത്തെ വാർഷിക ശരാശരി താപനില 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അപ്പോൾ ഇവിടുത്തെ ശരാശരി താപനില, വാർഷിക താപനില എത്രയാണ്? 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 32 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടുത്തെ താപനില എന്ന് പറയുന്നത്. 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴയും ലഭിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ വാർഷിക മഴ എന്ന് പറയുമ്പോൾ എത്രയാണ്? 21 സെൻറ്റിമീറ്റർ മുതൽ 25 സെൻറ്റിമീറ്റർ മുതൽ 125 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്നതാണ് ഉഷ്ണമേഖലാ പുൽമേടുകൾ എന്ന് പറയുന്നത്. ഇനി ഇലപൊഴിയും വൃക്ഷങ്ങളും ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. അപ്പോൾ സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ ഏതൊക്കെയാണ്? അവിടെ ഇലപൊഴിയും വൃക്ഷങ്ങൾ, അതുപോലെ ഉയരം കൂടിയ പുല്ലുവർഗ്ഗങ്ങളുമാണ് സാവന്ന മേഖലയിലെ പ്രധാന സസ്യങ്ങൾ. മരുഭൂമിയോടടുക്കുമ്പോൾ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളും കാണുന്നു. ഇനി മരുഭൂമിയിലാണെങ്കിൽ എന്താ പ്രത്യേകത? അവിടെ ഉയരം കുറഞ്ഞ കുറ്റിച്ചെടികളും മുൾക്കാടുകളുമാണ് ഉള്ളത്. ഇവിടുത്തെ കാടുകളും പുൽമേടുകളും വന്യമൃഗങ്ങൾക്ക് അനുകൂലമായ ആവാസ കേന്ദ്രം ഒരുക്കുന്നു. അപ്പോൾ ഈ ഉഷ്ണമേഖലയിലെ കാടുകളെന്ന് പറയുന്നത് എന്താണ്? വന്യജീവികൾക്ക് അനുകൂലമായ കാലാവസ്ഥയുള്ള കാടുകളാണ്. ജിറാഫ്, സീബ്ര തുടങ്ങിയ സസ്യഭോജികളായ മൃഗങ്ങൾ പുൽമേടുകളിൽ ധാരാളമുണ്ട്. അപ്പോൾ ഇവിടുത്തെ പുൽമേടുകളിൽ എന്തൊക്കെയുണ്ട്? ഏതൊക്കെയുള്ള മൃഗങ്ങൾ ഏതൊക്കെയാണ്? ജിറാഫ് ഉണ്ട്, സീബ്രയുണ്ട്. അതായത് സസ്യഭോജികളായ മൃഗങ്ങളാണ് അവിടെ ഉള്ളത് ധാരാളം. മാംസഭോജികളായ സിംഹം, കടുവ തുടങ്ങിയ മൃഗങ്ങളും ഇവിടെ കാണപ്പെടുന്നു. അപ്പോൾ മാംസഭോജികളുമുണ്ട്, സസ്യഭോജികളുമുണ്ട്. താരതമ്യേന വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കാണപ്പെടുന്നതെങ്കിലും മഴ കുറവായതിനാൽ ജലം അധികം ആവശ്യമില്ലാത്ത കൃഷിരീതിയാണ് അവലംബിക്കുന്നത്. അതായത് ഡ്രൈ ഫാമിംഗ് ആണ് അവിടെ ഉള്ളത്. അപ്പോൾ വളക്കൂറുള്ള മണ്ണാണ്, പക്ഷെ അവിടെ എന്തില്ല? മഴ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ അധികം ജലം ആവശ്യമില്ലാത്ത കൃഷി രീതിയാണ് അവർ അവലംബിച്ചു പോരുന്നത്. മൃഗപരിപാലനം, കൃഷി തുടങ്ങിയവയാണ് ഈ പ്രദേശത്തെ ജനങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ. അപ്പോൾ ജനങ്ങളുടെ പ്രധാനപ്പെട്ട ഉപജീവന മാർഗങ്ങൾ എന്തൊക്കെയാണ്? മൃഗപരിപാലനമുണ്ട്, അതുപോലെ കൃഷിയുമുണ്ട്. സാവന്ന പ്രദേശത്ത് ജനസാന്ദ്രത പൊതുവെ കുറവാണ്. ഇപ്പം ആഫ്രിക്കയിലെ സാവന്ന എടുക്കുകയാണെങ്കിൽ അവിടെ എന്താണ്? അവിടെ ജനസാന്ദ്രത വളരെ കുറവാണ്, പൊതുവെ കുറവാണെന്നാണ് പറയുന്നത്. ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗമായ മസായികൾ ഇടയ ജീവിതം നയിക്കുന്നു. അപ്പോൾ ഈ ആഫ്രിക്കൻ സാവന്നയിലെ തദ്ദേശീയ ഗോത്ര വിഭാഗം അറിയപ്പെടുന്ന പേരാണ് മസായികൾ. അപ്പോൾ ഇവരുടെ ജീവിതം എന്താണ്? ഇവരിടയ ജീവിതം നയിക്കുന്നവരാണ്. അതായത് കാലികളെയൊക്കെ മേച്ച് ജീവിതം നയിക്കുന്ന റാട്ടിടയന്മാരാണ്. യൂറോപ്യൻ കോളനികളായിരുന്ന രാജ്യങ്ങളിലെ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. അപ്പോൾ യൂറോപ്യരുടെ കോളനിയായിരുന്നു നമ്മുടെ സാവന്ന എന്ന് പറയുന്നത്. അപ്പോൾ ഈ സാവന്ന പ്രദേശങ്ങളിൽ വിപുലമായ രീതിയിൽ നാണ്യവിളകൾ കൃഷി ചെയ്യുന്നു. സുഡാനിലെ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി എന്നിവ ഉദാഹരണങ്ങളാണ്. അപ്പോൾ സുഡാനിലാണെങ്കിൽ പരുത്തി കൃഷി, ബ്രസീലിലെ കാപ്പി കൃഷി, ഇതൊക്കെ നമ്മുടെ ഉഷ്ണമേഖല കാലാവസ്ഥാ മേഖലയ്ക്ക് അനുയോജ്യമായ ഉദാഹരണങ്ങളാണ്, അല്ലെങ്കിൽ അവിടുത്തെ കൃഷി രീതികളാണ്.
ഇനി ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ മഴ ക്രമേണ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം ക്രമേണ കുറഞ്ഞു വരുന്നു. ഇതിൻ്റെ തുടർച്ചയായി മരുഭൂമി സസ്യജാലങ്ങളാണ് കാണുന്നത്. ഉഷ്ണമേഖലാ പുൽമേടുകളുടെ പടിഞ്ഞാറൻ അരികുകളോടടുക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? മഴ ക്രമേണ കുറവായിരിക്കും. ആ മഴ കുറഞ്ഞു വരുന്നതിനാൽ വൃക്ഷങ്ങളുടെ ഉയരം എങ്ങനെയാണ്? ക്രമേണ കുറഞ്ഞു വരുന്നു. അപ്പോൾ അവിടെ എന്താണ്? മരുഭൂമി സസ്യജാലങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. അടുത്ത് നമ്മൾ പറയുന്നത് ഉഷ്ണ മരുഭൂമികളാണ്. ഉഷ്ണമേഖലയിലെ പുൽമേടുകളുടെയും മൺസൂൺ കാലാവസ്ഥാ പ്രദേശങ്ങളുടെയും സവിശേഷതകൾ ചർച്ച ചെയ്തല്ലോ. ഇതേ അക്ഷാംശ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നുവെങ്കിലും മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. അപ്പോൾ ഉഷ്ണ മരുഭൂമിയുടെ എന്താണ് 10 മുതൽ 30 ഡിഗ്രി വരെ അക്ഷാംശത്തിലാണ് അത് സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്താണ്? ഇവിടെ മഴ തീരെ കുറഞ്ഞ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. ഭാഗങ്ങളിലാണ് ഓസ്ട്രേലിയയിൽ ഉഷ്ണ മരുഭൂമിയുണ്ട്. ഓസ്ട്രേലിയൻ മരുഭൂമി ഓസ്ട്രേലിയയിലുണ്ട്. ആഫ്രിക്കയിൽ ഉണ്ട്. അതുപോലെ അറേബ്യയിലുണ്ട്, യൂറോപ്പിലുണ്ട്. ഇനി തെക്കേ അമേരിക്കയിലുണ്ട്, വടക്കേ അമേരിക്കയിലുണ്ട്. അപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും ഏഷ്യയിലും ഉണ്ട്. അപ്പോൾ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എന്തുണ്ട്? ഏഷ്യയിലും യൂറോപ്പിലും ആയിട്ട് ഉണ്ട്. അപ്പോൾ ഇങ്ങനെ എല്ലാ ഭൂഖണ്ഡങ്ങളിലും എന്തുണ്ട്? നമ്മുടെ ഉഷ്ണ മരുഭൂമികളുണ്ട്. ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഉഷ്ണ മരുഭൂമികളുടെ പ്രത്യേകത എന്താണ്? ഈ ഭൂമുഖത്തെ ഏറ്റവും ചൂടേറിയ പ്രദേശങ്ങളാണ് ഉഷ്ണ മരുഭൂമികൾ. ശരാശരി വാർഷിക താപനില 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ ഉഷ്ണമേഖലയിലെ ശരാശരി വാർഷിക താപനില എത്രയെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാം 30 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. അപ്പോൾ സഹാറ മരുഭൂമിയിലെ ഒരു പ്രദേശമാണ് അൽ അസീസിയ. ഈ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില എത്രയാണ്? 58 ഡിഗ്രി സെൽഷ്യസ് ആണ്. സഹാറ മരുഭൂമിയിലെ അൽ അസീസിയയിൽ രേഖപ്പെടുത്തിയ ഉയർന്ന താപനില. ഉയർന്ന ദൈനിക താപാന്തരം മരുഭൂമിയിലെ കാലാവസ്ഥയെ ഏറെ കഠിനമാക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ദൈനിക താപാന്തരം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ മരുഭൂമിയിലെ കാലാവസ്ഥ ഏറെ കഠിനമാണ്. മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ പൊതുവെ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. അപ്പോൾ മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ എത്രയാണ് കിട്ടുന്നത്? 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ലഭിക്കുന്നത്. ചിലയിടങ്ങളിൽ വർഷങ്ങളോളം മഴ ലഭിക്കാറേയില്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിലാണ് ഉഷ്ണ മരുഭൂമികൾ പൊതുവെ സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 25 സെൻറ്റിമീറ്ററിലും താഴെയാണ് ഈ മരുഭൂമി പ്രദേശങ്ങളിൽ വാർഷിക മഴ ലഭിക്കുന്നത്. എന്നാൽ ചിലയിടങ്ങളിൽ വർഷങ്ങളോളം എന്തുണ്ടാവത്തില്ല? മഴ ലഭിക്കാറില്ല. ഉഷ്ണമേഖലയിലെ വൻകരകളുടെ പടിഞ്ഞാറ് ഭാഗങ്ങളിൽ എന്തുണ്ട്? ഉഷ്ണ മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്നു. വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് പടിഞ്ഞാറ് അരികുകളിലേക്ക് എത്തുന്നതോടെ കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെട്ട് അവ വരണ്ട കാറ്റുകളായി മാറുന്നു. അപ്പോൾ ഇവിടുത്തെ കാറ്റുകൾ വരണ്ട കാറ്റുകളാകുന്നത് എപ്പോഴാണ്? വാണിജ്യവാദങ്ങൾ വൻകരകൾക്ക് കുറുകെ സഞ്ചരിച്ച് എന്ത് ചെയ്യുന്നു? പടിഞ്ഞാറ് അരികുകളിലെത്തുന്നതോടെയാണ് കാറ്റുകളിലെ ഈർപ്പം നഷ്ടപ്പെടും. ആ സമയത്ത് ഇവിടുത്തെ കാറ്റ് എങ്ങനത്തെ കാറ്റായി മാറും? വരണ്ട കാറ്റുകളായി മാറുന്നു. അതിനാൽ വൻകരകളുടെ പടിഞ്ഞാറൻ അരികുകൾ വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടുന്നു. അപ്പോൾ വൻകരകളുടെ പടിഞ്ഞാറൻ അരിക് വർഷം മുഴുവൻ വരണ്ടതായി കാണപ്പെടാനുള്ള കാരണം ഇതാണ് മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം. അപ്പം മരുഭൂമികൾ രൂപപ്പെടാനുള്ള പ്രധാന കാരണം എന്താണെന്ന് ആണ് നമ്മൾ പറഞ്ഞത്. കള്ളിമുൾച്ചെടികൾ, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറഞ്ഞ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. അപ്പോൾ മരുഭൂമികളിൽ കാണപ്പെടുന്ന നമുക്കറിയാം കള്ളിമുൾച്ചെടികളുണ്ട്, ചെറുകുറ്റിച്ചെടികൾ, പനകൾ തുടങ്ങിയ മഴ കുറവായ കാലാവസ്ഥയ്ക്ക് അനുരൂപമായ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ കൂടുതലായും കാണപ്പെടുന്നത്. ജലസ്രോതസ്സുകൾ കാണപ്പെടുന്ന ഇടങ്ങളിൽ ഒരു മരുപ്പച്ചകളും രൂപപ്പെടാറുണ്ട്. അപ്പോൾ ജലസസ്യങ്ങൾ രൂപപ്പെടുന്ന സ്ഥലത്ത് എന്തുണ്ട്? മരുപ്പച്ചകളുണ്ട്. ഇനി കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതിനാൽ ഈ പ്രദേശങ്ങളിൽ ജനവാസം കുറവാണ്. അപ്പോൾ ഉഷ്ണമേഖലാ മരുഭൂമികളിൽ എന്ത് കുറവാണ്? മരുഭൂമി പ്രദേശങ്ങളിലൊക്കെ
ജനവാസം വളരെ കുറവാണ്. അതിനുള്ള കാരണം എന്താണ്? അവിടുത്തെ കാലാവസ്ഥയും മറ്റ് ഘടകങ്ങളും അനുകൂലമല്ലാത്തതാണ്. എന്നിരുന്നാലും പ്രതികൂല സാഹചര്യങ്ങളോട് ഇണങ്ങി ജീവിക്കുന്ന തദ്ദേശീയ ഗോത്ര സമൂഹങ്ങൾ മിക്ക മരുഭൂമി പ്രദേശങ്ങളിലുമുണ്ട്. അപ്പോൾ പല സ്ഥലങ്ങളിലും എന്തുണ്ട്? ഗോത്രവർഗ്ഗക്കാർ താമസിക്കുന്നുണ്ട്. കലഹാരി മരുഭൂമിയിലെ ബുഷ്മൻ ജനവിഭാഗം ഇതിനൊരു ഉദാഹരണമാണ്. അപ്പോൾ കാലഹാരി മരുഭൂമിയിൽ ഉള്ള ഒരു ജനവിഭാഗമാണ് ആര്? ബുഷ്മൻ എന്ന് പറയുന്നത്. കലഹാരിയിലാണ് ബുഷ്മൻ. കൃഷിയും മൃഗപരിപാലനവുമാണ് മരുഭൂമികളിലെയും പ്രധാന ഉപജീവന മാർഗം. മരുഭൂമിയിലെ പ്രധാന ഉപജീവന മാർഗം അറിയാമല്ലോ, കൃഷി, മൃഗപരിപാലനം. സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഇപ്പോൾ സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യമാണ് എന്ത് ചെയ്യുന്നത്? മരുഭൂമികളിൽ ജനജീവിതം പ്രോത്സാഹിപ്പിക്കുന്ന മറ്റൊരു ഘടകം. ഓസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അറ്റക്കാമ മരുഭൂമിയിലെ ചെമ്പ് ഖനനവും ഉദാഹരണങ്ങളാണ്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? ഇവിടെ പ്രധാനമായിട്ടും നമ്മൾ പറഞ്ഞു എന്താണ്? ഇവർ സാമ്പത്തിക മൂല്യമുള്ള ധാതുക്കളുടെ സാന്നിധ്യം ഈ മരുഭൂമികളിലുണ്ട്. അപ്പോൾ ഇത് അവിടെ ആളുകൾക്ക് താമസിക്കാനായിട്ട് അവരുടെ ജീവിതത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഘടകമാണ്. അങ്ങനെയാണ് ഓസ്ട്രേലിയയിലെ സ്വർണ്ണ ഖനനവും അറ്റക്കാമയിലെ ചെമ്പ് ഖനനവും ഒക്കെ ഈ പറഞ്ഞ ധാതു വിഭവങ്ങൾക്ക് ഉദാഹരണമാണ്. സഹാറ മരുഭൂമിയിലെയും അറേബ്യൻ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം തിരിച്ചറിയുകയും ഖനനം ആരംഭിക്കുകയും ചെയ്തതോടെ ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറി. അപ്പോൾ ഏതൊക്കെയാണ്? നമ്മുടെ അറേബ്യൻ മരുഭൂമിയിലെയും ഈ പറഞ്ഞ സഹാറ മരുഭൂമിയിലെയും പെട്രോളിയം നിക്ഷേപം എന്താണ്? അത് തിരിച്ചറിഞ്ഞതോടുകൂടി ഖനനം ആരംഭിക്കുകയും എന്ത് ചെയ്തു? ഈ മേഖലയുടെ മുഖച്ഛായ തന്നെ മാറുകയും ചെയ്തു. ഉഷ്ണമേഖലയിലെ 3 വ്യത്യസ്ത കാലാവസ്ഥാ മേഖലകളെക്കുറിച്ചാണ് ഇതുവരെ നമ്മൾ പറഞ്ഞത്. ഇനി നമുക്ക് ഉപോഷ്ണ മേഖലയിലെ ചില കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ പരിചയപ്പെടാം. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? ഉപോഷ്ണ മേഖലയിലെ കാലാവസ്ഥാ സവിശേഷതകളാണ്. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പോൾ ഇവിടെ ഭൂപടത്തിൽ 2.9 തന്നിട്ടുണ്ട്. അതിലെന്താണ്? അതിൽ നോക്കട്ടെ, 2.9 മെഡിറ്ററേനിയൻ കാലാവസ്ഥ. അപ്പോൾ ഇവിടെ എന്താണ്? കടലിൻ്റെ സാന്നിധ്യം പറഞ്ഞിട്ടുണ്ട്, ഓരോ കടലുകളും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങൾ തിരിച്ചറിയാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല ഒന്ന് നോക്കാം. മെഡിറ്ററേനിയൻ കടലിൻ്റെ സ്ഥാനം ശ്രദ്ധിച്ചില്ലേ? ഈ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങളാണ് മെഡിറ്ററേനിയൻ പ്രദേശങ്ങൾ എന്ന് പറയുന്നത്. അപ്പം മെഡിറ്ററേനിയൻ കടലിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ഇവിടെയാണ് മെഡിറ്ററേനിയൻ കടൽ, യൂറോപ്പ് മുന്നിൽ ചേർന്ന് കിടപ്പുണ്ട്. അപ്പോൾ ഇവിടെ ഇതിന് ചുറ്റുമുള്ള പ്രദേശങ്ങൾ, രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വരണ്ട വേനൽക്കാലവും ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പം മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുടെ പ്രത്യേകത എന്താണ്? വരണ്ട വേനൽക്കാലമാണ്, ആർദ്ര ശൈത്യകാലവും അനുഭവപ്പെടുന്ന പ്രദേശമാണ് ഇവിടെ. വേനൽക്കാലത്ത് ഏകദേശം 20 സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെ എന്തുണ്ട്? താപനില അനുഭവപ്പെടുന്നു. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയിൽ വേനൽക്കാലത്തെ താപനില എങ്ങനെയാണ്? 20 ഡിഗ്രി സെൽഷ്യസ് മുതൽ 25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ശൈത്യകാലത്ത് 10 ഡിഗ്രി സെൽഷ്യസ് മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില. അപ്പോൾ ശൈത്യകാലത്താണെങ്കിൽ അത് 10 ഡിഗ്രി മുതൽ 16 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഉയർന്ന താപനില അനുഭവപ്പെടുന്നത്. ശൈത്യകാലത്ത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. അപ്പോൾ മെഡിറ്ററേനിയൻ തീരങ്ങളിൽ എന്താണ്? ആ സമയത്ത് ശൈത്യകാലത്ത് 75 സെൻറ്റിമീറ്റർ വരെ, അതായത് 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നുണ്ട് എന്നതാണ് ഈ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അപ്പം മെഡിറ്ററേനിയൻ മേഖലയെ മറ്റ് കാലാവസ്ഥാ മേഖലകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് എന്താണ്? ശൈത്യകാലത്ത് ഇവിടെ 35 സെൻറ്റിമീറ്റർ മുതൽ 75 സെൻറ്റിമീറ്റർ വരെ മഴ ഉണ്ട്. ശൈത്യകാലത്ത് ശീതകാല വിളകൾക്ക് ഏറെ പ്രയോജനകരമാണിത്.
മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ 30 മുതൽ 45 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. അപ്പോൾ മെഡിറ്ററേനിയൻ കടലിൻ്റെ തീരങ്ങൾക്ക് പുറമെ എവിടെയൊക്കെയാണ് 30 മുതൽ 45 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട്. ഈ പ്രദേശങ്ങളെല്ലാം ചേർത്ത് പൊതുവായി മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല എന്ന് വിളിക്കുന്നു. അപ്പോൾ ഈ 30 മുതൽ 45 സെൽഷ്യസ് വരെ 45 വരെ അക്ഷാംശങ്ങൾക്കിടയിൽ മറ്റ് ചില പ്രദേശങ്ങളിലും സമാന കാലാവസ്ഥ അനുഭവപ്പെടുന്നുണ്ട് പറഞ്ഞു. നമ്മൾ ഈ പ്രദേശങ്ങളെയൊക്കെ ചേർത്ത് വിളിക്കുന്ന പേരാണ് മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല. അപ്പോൾ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖല വരുന്നത് എവിടെയൊക്കെയാണ്? വടക്കേ അമേരിക്കയിലെ കുറച്ച് ഭാഗങ്ങളിൽ, യൂറോപ്പിൽ മെഡിറ്ററേനിയൻ കടലിനോട് ചേർന്ന്, ഇനി ആഫ്രിക്കയിലെ കുറച്ച് ഭാഗങ്ങളിലുണ്ട്. അതുപോലെ എവിടെയാണ്? വടക്കേ അമേരിക്കയിലും കുറച്ച് ഭാഗങ്ങളിലൊക്കെ മെഡിറ്ററേനിയൻ കാലാവസ്ഥാ മേഖലയുണ്ട്. പശ്ചിമവാതങ്ങളാണ് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശങ്ങളിൽ മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നത്. അപ്പോൾ പശ്ചിമവാതങ്ങളുടെ പ്രത്യേകത എന്താണ്? ഇത് ശൈത്യകാലത്ത് മെഡിറ്ററേനിയൻ പ്രദേശത്ത് മഴ ലഭിക്കുന്നതിന് കാരണമാകുന്നുണ്ട്. മഴയുടെ അളവ് കുറവായതിനാൽ തന്നെ നിബിഡ വനങ്ങൾ ഈ മേഖലയിൽ കാണപ്പെടാറില്ല. അപ്പം മെഡിറ്ററേനിയൻ തീരത്ത് എന്തില്ല? നിബിഡ വനങ്ങളില്ല. കാരണം അവിടെ മഴയുടെ അളവ് കുറവാണ്. ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളും പൈൻ, ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും ഈ മേഖലയിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇവിടെ കാണപ്പെടുന്ന വൃക്ഷങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഓക്കുണ്ട്, സിഖോയുണ്ട്. ഓക്ക്, സിഖോയ തുടങ്ങിയ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങൾ. അപ്പോൾ ഓക്കിൻ്റെയും സിഖോയുടെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഉയരം കൂടിയ നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ ഓക്കും സിഖോയയും. പിന്നെ പൈൻ, അതുപോലെ ഫിർ തുടങ്ങിയ നിത്യഹരിത സ്തൂപികാഗ്ര വൃക്ഷങ്ങളും കുറ്റിച്ചെടികളും എവിടെയുണ്ട്? ഈ നമ്മുടെ എവിടെയാണ്? ഈ മേഖലയിൽ, മെഡിറ്ററേനിയൻ മേഖലയിൽ ഉണ്ട്. പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് ഇവിടുത്തെ പ്രധാന കൃഷി. അപ്പോൾ ഇവിടുത്തെ പ്രധാനപ്പെട്ട കൃഷി എന്താണ്? പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ്. സാധ്യമായ ഇടങ്ങളിൽ ധാന്യകൃഷിയും കണ്ടുവരുന്നു. അപ്പോൾ പഴങ്ങളും പച്ചക്കറികളും, സാധ്യമായ ഇടങ്ങളിൽ ധാന്യങ്ങളുമൊക്കെ ഇവർ കൃഷി ചെയ്യാറുണ്ട്. കാലാവസ്ഥ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ് മെഡിറ്ററേനിയൻ പ്രദേശത്തെ ഏറെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റുന്നത്. അപ്പോൾ മെഡിറ്ററേനിയൻ പ്രദേശത്തെ സാമ്പത്തിക പ്രാധാന്യമുള്ള മേഖലയാക്കി മാറ്റാനുള്ള കാരണം അവിടുത്തെ കാലാവസ്ഥാ സാഹചര്യങ്ങൾക്കനുസരിച്ച് വികസിപ്പിച്ച കൃഷിരീതിയും അനുബന്ധ പ്രവർത്തനങ്ങളുമാണ്. ലോകത്തിൽ ഉൽപാദനത്തിൽ മുമ്പിലുള്ളത് മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. ലോകത്തിൽ വൈൻ ഉൽപാദനത്തിൽ മുമ്പിലുള്ള രാജ്യങ്ങൾ ഏതാണ്? മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. വൈൻ ഉൽപാദനത്തിൽ, അപ്പോൾ ലോകത്തിൽ വൈൻ ഉൽപാദനത്തിൽ മുന്നിലുള്ള രാജ്യങ്ങൾ എവിടെയുള്ളതാണ്? മെഡിറ്ററേനിയൻ രാജ്യങ്ങളാണ്. അതുപോലെ നാരക ഫലങ്ങളുടെ കയറ്റുമതിയുടെ 70% മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നുമാണ്. നാരക ഫലമുണ്ടല്ലോ, നാരകങ്ങളൊക്കെ, ആ നാരകഫലം കയറ്റുമതി ചെയ്യുന്നത് എവിടെ നിന്നാണ്? ഈ മെഡിറ്ററേനിയൻ രാജ്യങ്ങളിൽ നിന്നാണ്. ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ കാണപ്പെടുന്നു. അപ്പോൾ ഉഷ്ണമേഖലയിലേതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള ഉൾപ്രദേശങ്ങളിലും എന്താണ്? സമുദ്ര സ്വാധീനം തീരെ കുറവാണ്. അതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ എവിടെ കാണപ്പെടുന്നു? ഉഷ്ണമേഖലയിൽ കാണപ്പെടുന്നു. ഈ പ്രദേശങ്ങളെയാണ് ഉഷ്ണമേഖലയിലുള്ളതുപോലെ മിതോഷ്ണ മേഖലയിലുള്ള മിതോഷ്ണ മേഖലയിലെ ഉൾപ്രദേശങ്ങളിലും എന്തുണ്ട്? സമുദ്ര സ്വാധീനം തീരെ കുറവായതിനാൽ വൃക്ഷരഹിതമായ പുൽമേടുകൾ അവിടെ കാണപ്പെടുന്നു. എവിടെയാണ്? ഈ മിതോഷ്ണ മേഖലയിൽ. ഈ പ്രദേശങ്ങളെയാണ് മിതോഷ്ണ പുൽമേടുകൾ എന്ന് അറിയപ്പെടുന്നത്. മിതോഷ്ണ പുൽമേടുകൾ ഇരു അർദ്ധഗോളങ്ങളിലുമായി 40 മുതൽ 55 വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകളുടെ സ്ഥാനം. അപ്പം മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നത് 40 മുതൽ 55 വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഈ പുൽമേടുകൾ സ്ഥാനം.
ഇവ വിവിധ പ്രദേശങ്ങളിൽ വ്യത്യസ്തമായ പേരുകളിൽ അറിയപ്പെടുന്നു. മിതോഷ്ണ മേഖല പുൽമേടുകൾ വിവിധ സ്ഥലങ്ങളിൽ വ്യത്യസ്ത പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇനി ചുവടെ ചിത്രം 2.11 നിരീക്ഷിച്ച് മിതോഷ്ണ പുൽമേടുകൾ ഏതൊക്കെ വൻകരയിലാണെന്ന് കണ്ടെത്തി പട്ടിക പൂർത്തിയാക്കാൻ പറഞ്ഞിട്ടുണ്ട്. മിതോഷ്ണ പുൽമേടുകൾ ഏതൊക്കെ വൻകരയിലുണ്ട്? ഏഷ്യയിലുണ്ട്, അതുപോലെ യൂറോപ്പിലുണ്ട്. അപ്പോൾ സ്റ്റെപ്പി എന്ന് പറയുന്ന മിതോഷ്ണ മേഖല പുൽമേടാണ്. അതുപോലെ പ്രയറി, അതും മിതോഷ്ണ മേഖല പുൽമേടാണ്. വടക്കേ അമേരിക്കയിലാണ് പ്രയറി കാണപ്പെടുന്നത്. പിന്നെ ആഫ്രിക്കയിലെ വൈൽഡ് എന്ന് പറയുന്നതുണ്ട്, ആഫ്രിക്കയിലാണ്. ഓസ്ട്രേലിയയിലാണെങ്കിൽ ഡൗൺസ്. തെക്കേ അമേരിക്കയിലെ പാമ്പാസ്. അങ്ങനെ നമ്മുടെ എവിടെയൊക്കെയാണ് സ്റ്റെപ്പി, അതായത് ഏഷ്യയിൽ കാണപ്പെടുന്നതാണ് സ്റ്റെപ്പി എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യയിലുണ്ട്. അതുപോലെ ഏഷ്യ, ആഫ്രിക്ക, ഓസ്ട്രേലിയ, തെക്കേ അമേരിക്ക, വടക്കേ അമേരിക്ക എന്നിവയിൽ എന്ത് കാണപ്പെടുന്നു? മിതോഷ്ണ പുൽമേടുകൾ കാണപ്പെടുന്നു. ഏഷ്യയിലാണെങ്കിൽ സ്റ്റെപ്പി എന്ന പേരിലും, ആഫ്രിക്കയിൽ അത് വെൽഡ് എന്ന പേരിലും, നമ്മുടെ ഓസ്ട്രേലിയയിലാണെങ്കിൽ ഡൗൺസ്, പിന്നെന്താണ് തെക്കേ അമേരിക്കയിലെ പാമ്പാസ്, വടക്കേ അമേരിക്കയിലെ പ്രയറി. ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട മിതോഷ്ണ മേഖല പുൽമേടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ മിതോഷ്ണ പുൽമേടുകൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനമാണ്. അപ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായാണ് മിതോഷ്ണ മേഖല പുൽമേടുകൾ കാണപ്പെടുന്നതെങ്കിലും അവയുടെ കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ എങ്ങനെയാണ്? സമാനമാണ് എന്നാണ് പറയുന്നത്. ഹ്രസ്വമായ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവുമാണ് മിതോഷ്ണ പുൽമേടുകളിലെ കാലാവസ്ഥാ പ്രത്യേകത. അപ്പം മിതോഷ്ണ മേഖലകളുടെ കാലാവസ്ഥാ പ്രത്യേകത എങ്ങനെയാണ്? ഇവിടെ ഹ്രസ്വമായ വേനൽക്കാലം വളരെ കുറച്ചേ ഉള്ളൂ. ദീർഘമായ ശൈത്യകാലമാണ് ഇവിടെയുള്ളത്. നമ്മുടെ ഈ മിതോഷ്ണ മേഖല കാലാവസ്ഥകൾ പുൽമേടുകൾക്ക് ഉള്ളത്. ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. അപ്പോൾ ഇത് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭൂഖണ്ഡങ്ങളുടെ ഉൾപ്രദേശങ്ങളിലായിട്ടാണ് ഈ മിതോഷ്ണ മേഖല പുൽമേടുകൾ സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വേനലിൽ ഉയർന്ന താപനില അനുഭവപ്പെടുന്നു. 2 ഡിഗ്രി സെൽഷ്യസ് മുതൽ 13 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ശൈത്യകാല താപനില. അപ്പോൾ ഒരു ശൈത്യകാലത്താണെങ്കിൽ 2 ഡിഗ്രി മുതൽ 13 ഡിഗ്രി വരെയാണ്. വളരെ കുറഞ്ഞ താപനിലയാണ് ശൈത്യകാലത്ത് ഇവിടെയുള്ളത്. ഇവിടെ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ മിതോഷ്ണ മേഖലയിലെ പ്രത്യേകത എന്താണ്? നമ്മൾ പറഞ്ഞു എന്താണ്? ഇവിടെ 25 സെൻറ്റിമീറ്റർ മുതൽ 60 സെൻറ്റിമീറ്റർ വരെ മഴ ലഭിക്കും. മഴ ലഭ്യതയിലെ ഏറ്റക്കുറച്ചിൽ സസ്യജാലങ്ങളിലും പ്രകടമാണ്. മഴ ലഭ്യത കുറവാണെങ്കിൽ അത് സസ്യജാലങ്ങളിലും എന്താണ്? പ്രകടമാകും. മഴ കുറവായതിനാൽ മരങ്ങളും കുറവാണ്. അപ്പോൾ ഈ മിതോഷ്ണ മേഖലയിൽ എന്ത് കുറവാണ്? മരങ്ങൾ കുറവാണ്. പുല്ലുവർഗത്തിൽപ്പെട്ട വിവിധ ഇനം സസ്യങ്ങളാണ് കൂടുതലായും കണ്ടുവരുന്നത്. അപ്പോൾ പുല്ലുവർഗത്തിൽപ്പെട്ട സസ്യങ്ങൾ കൂടുതലുള്ള മേഖല ഏതാണ്? മിതോഷ്ണ മേഖല. മിതോഷ്ണ പുൽമേടുകൾ സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായതിനാൽ ഈ മേഖലയിൽ ധാരാളം ഇടയ ജനവിഭാഗങ്ങളുണ്ട്. അപ്പം മിതോഷ്ണ പുൽമേടുകൾ എന്ന് പറയുന്നത് സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളാണ്. അപ്പോൾ അവിടെ എന്താണ്? ആളുകൾ കൂടുതലും ഇടയവൃത്തിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇനി പ്രയറി, ലോകത്തിൻ്റെ ധാന്യ കലവറ. ഒരു കോളത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ് പ്രയറി, ലോകത്തിൻ്റെ ധാന്യ കലവറ. അപ്പോൾ ലോകത്തിൻ്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് എന്താണ്? പ്രയറിയാണ്. വടക്കേ അമേരിക്കയിലെ ഒരു മിതോഷ്ണ പുൽമേടായ പ്രയറി പുൽമേടുകളെയാണ് ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ്? നമ്മുടെ പ്രയറി പുൽമേടുകളെയാണ്. പ്രയറിയാണ്. അമേരിക്കയിലും കാനഡയിലുമായി വ്യാപിച്ചിരിക്കുന്ന ഈ വിശാലമായ പുൽമേടിലെ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിൽ ഇന്ന് വാണിജ്യാടിസ്ഥാനത്തിൽ ധാന്യകൃഷി ചെയ്തു വരുന്നു. അപ്പോൾ അമേരിക്കയിലും അതുപോലെ കാനഡയിലുമായിട്ടാണ് ഈ പ്രയറി കൂടുതലും വ്യാപിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ പുൽമേടുകൾ ഏകദേശം 2 ദശലക്ഷം ഏക്കർ ഭൂമിയിലാണ് ഇവിടെ വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യുന്നത്? പ്രയറി കൃഷി ചെയ്യുന്നത്. ഇവിടുത്തെ പ്രധാനപ്പെട്ട വിള ഗോതമ്പാണ്. അപ്പോൾ ഗോതമ്പാണ് പ്രധാന വിള. മിതമായ താപനിലയും മഴ ലഭ്യതയും ഫലഭൂയിഷ്ഠമായ മണ്ണും ഈ പ്രദേശത്തെ ഗോതമ്പ് കൃഷിക്ക് ഏറെ അനുയോജ്യമാക്കുന്നു.
അതുകൊണ്ടാണ് അവിടെ നല്ല കാലാവസ്ഥ അനുയോജ്യം, മഴ ലഭ്യതയുണ്ട്, താപനില മിതമാണ്. അപ്പോൾ അവിടെ ഫലഭൂയിഷ്ഠമായ മണ്ണാണ്. അതൊക്കെ കൊണ്ട് അവിടെ എന്താണ് കൃഷി ചെയ്യുന്നത്? ഗോതമ്പ് കൃഷിക്ക് അനുയോജ്യമായ കൃഷിയാണുള്ളത്. വൻതോതിലുള്ള ഗോതമ്പ് ഉൽപ്പാദനമാണ് പ്രയറി പുൽമേടുകളിലെ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന വിശേഷണത്തിന് അർഹമാക്കിയത്. അപ്പോൾ ലോകത്തിൻ്റെ ധാന്യക്കലവറ എന്ന് പ്രയറി അറിയപ്പെടാനുള്ള പ്രധാന കാരണമെന്ന് പറയുന്നത് എന്താണ്? ഇവിടെ വൻതോതിലുള്ള ഗോതമ്പ് ഉൽപ്പാദനമുണ്ട്, അതാണ് ഇതിന് കാരണം. ഇന്ന് പുൽമേടുകൾ വ്യാപകമായ രീതിയിൽ കൃഷിഭൂമികളായി പരിവർത്തനം ചെയ്യപ്പെട്ടു. വ്യാവസായിക അടിസ്ഥാനത്തിൽ യന്ത്രവൽകൃത രീതിയിലുള്ള ധാന്യകൃഷിയും മൃഗപരിപാലനവും ഈ മേഖലയിൽ അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇനി കാലാവസ്ഥാ സവിശേഷതകൾക്കനുസരിച്ചാണ് ഓരോ മേഖലയിലെയും സസ്യജാലങ്ങളും ജനജീവിതവും രൂപപ്പെടുന്നത്. എങ്കിലും കാലത്തിനനുസരിച്ച് കൈവരിക്കുന്ന സാങ്കേതിക പുരോഗതിയുടെ ഭാഗമായി മനുഷ്യർ പല മേഖലകളുടെയും സ്വാഭാവിക സവിശേഷതകളിൽ മാറ്റം വരുത്തുന്നു. സ്വാഭാവിക മേച്ചിൽപ്പുറങ്ങളായിരുന്ന മിതോഷ്ണ പുൽമേടുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ വ്യാപകമായി കൃഷിയും മൃഗപരിപാലനവും നടത്തുന്ന ഇടങ്ങളായി പരിവർത്തനം ചെയ്യപ്പെട്ടത് കണ്ടില്ലേ? ജനസംഖ്യയും മനുഷ്യന്റെ ആവശ്യങ്ങളും അനുദിനം വർദ്ധിച്ചു വരുന്ന വർത്തമാനകാലത്ത് സാധ്യമായ പ്രദേശങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവും പരിശോധിക്കാം. ഇനി അടുത്ത് നമ്മൾ പോകുന്നത് എങ്ങോട്ടാണ്? കാലാവസ്ഥാപരമായി ഏറെ ദുഷ്കരമായ ശൈത്യമേഖലകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകളും ജനജീവിതവുമാണ് അടുത്ത് നോക്കാൻ പോകുന്നത്. അതിലൊന്നാമത്തേതാണ് ടൈഗേ മേഖല. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ശൈത്യമേഖലയാണിത്. അപ്പോൾ ഇത് ഉത്തരാർദ്ധഗോളത്തിലാണ്. ഉത്തരാർദ്ധഗോളത്തിൽ 55 ഡിഗ്രി മുതൽ 70 ഡിഗ്രി വരെ അക്ഷാംശങ്ങൾക്കിടയിലാണ് ഏത് ടൈഗേ മേഖല ഉള്ളത്. ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലവും ദീർഘമായ ശൈത്യകാലവും ഇവിടെ അനുഭവപ്പെടുന്നു. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്താണ്? ദൈർഘ്യം കുറഞ്ഞ വേനൽക്കാലം, വേനൽക്കാലമൊന്നുമില്ല, വളരെ ചെറിയ വേനൽക്കാലം മാത്രമേ ഉള്ളൂ. ദീർഘമായ ശൈത്യകാലമുണ്ട്. 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില അനുഭവപ്പെടുമ്പോൾ ശൈത്യകാല താപനില -13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി വരെ താഴുന്നു. അപ്പോൾ ഇവിടുത്തെ കാലാവസ്ഥ കണ്ടോ? 15 ഡിഗ്രി സെൽഷ്യസ് മുതൽ 20 ഡിഗ്രി സെൽഷ്യസ് വരെ വേനൽക്കാല താപനില. അതുപോലെ ശൈത്യ കാലാവസ്ഥ താപനില എങ്ങനെയാണ്? -13 ഡിഗ്രി മുതൽ -25 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താഴുന്നത്. 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ലഭിക്കുന്ന ഇവിടെ ശൈത്യകാലത്ത് വർഷണം മഞ്ഞുവീഴ്ചയുടെ രൂപത്തിലായിരിക്കും. അപ്പോൾ ശൈത്യകാലത്ത് എങ്ങനെയാണ് മഴ പെയ്യുന്നത്? മഞ്ഞുവീഴ്ച പോലെയാണ് ശൈത്യകാലത്ത് ഇവിടെ മഴ പെയ്യുന്നത്. വാർഷിക വർഷപാതം എന്ന് പറയുന്നത് എത്ര? 50 സെൻറ്റിമീറ്റർ മുതൽ 70 സെൻറ്റിമീറ്റർ വരെ വാർഷിക മഴ ഇവിടെ ലഭിക്കും. ദക്ഷിണാർദ്ധഗോളത്തിൽ ഉയർന്ന അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവായതിനാൽ ടൈഗേ കാലാവസ്ഥാ മേഖല കാണപ്പെടുന്നില്ല. അപ്പോൾ ദക്ഷിണാർദ്ധഗോളത്തിൽ എന്താണ്? ഉയർന്ന കാലാവസ്ഥ അക്ഷാംശങ്ങളിൽ വൻകരകളുടെ വ്യാപ്തി പൊതുവെ കുറവാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്തില്ല? ടൈഗേ കാലാവസ്ഥാ മേഖല എവിടെ കാണപ്പെടുന്നില്ല? ദക്ഷിണാർദ്ധ മേഖലയിൽ കാണപ്പെടുന്നില്ല. ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് ഈ മേഖലയിൽ കൂടുതലായി വളരുന്നത്. ഇപ്പോൾ ഇവിടുത്തെ വൃക്ഷങ്ങൾ എന്ന് പറയുന്നത് സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളാണ് കൂടുതൽ കാണപ്പെടുന്നത്. ഉപ ആർട്ടിക് വിഭാഗത്തിൽപ്പെടുന്ന സ്തൂപികാഗ്ര സസ്യങ്ങളാണ് ഇവിടെയുള്ളത്. സ്തൂപികാഗ്ര വൃക്ഷങ്ങളെ റഷ്യൻ ഭാഷയിൽ ടൈഗേ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ റഷ്യൻ ഭാഷയിൽ ഈ സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എന്ത്? ടൈഗേ. അപ്പോൾ ടൈഗേ എന്ന് ഏത് ഭാഷയിൽ അറിയപ്പെടുന്നത്? റഷ്യൻ ഭാഷയിലാണ് സ്തൂപികാഗ്ര വൃക്ഷങ്ങൾ അറിയപ്പെടുന്ന ഇതാണ് റഷ്യൻ ഭാഷയിൽ ടൈഗേ. ഇവ ധാരാളം കാണപ്പെടുന്ന മേഖലയായതിനാലാണ് ഈ മേഖല ടൈഗേ മേഖല എന്നറിയപ്പെടുന്നത്. അപ്പോൾ ധാരാളമായിട്ട് ഇവിടെ ഈ വൃക്ഷങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഈ മേഖല എന്തെന്നറിയപ്പെടുന്നത്? ടൈഗേ മേഖല എന്നറിയപ്പെടുന്നത്. സ്തൂപികാഗ്ര നിത്യഹരിത വൃക്ഷങ്ങളായ പൈൻ, ഫിർ, സ്പ്രൂസ് എന്നിവയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. അപ്പോൾ ഈ സ്തൂപികാഗ്ര നിത്യഹരിത വനങ്ങളായ ഹരിതവൃക്ഷങ്ങൾ ഏതൊക്കെയാണ്? പൈനുണ്ട്, ഫിറുണ്ട്, സ്പ്രൂസ് ഇവയാണ് എവിടത്തെ ടൈഗേ മേഖലയിലെ പ്രധാന സസ്യവർഗ്ഗങ്ങളെന്ന് പറയുന്നത്. ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകൾ ഒന്നും തന്നെ ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കുകയില്ല. അപ്പോൾ ഉപ ആർട്ടിക് കാലാവസ്ഥയിൽ മിക്കവാറും വിളകളൊന്നും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ കൃഷി ചെയ്യാൻ സാധിക്കില്ല. അതിനാൽ തന്നെ കൃഷി വളരെ കുറവാണ്.
മരം വെട്ടും കമ്പിളി രോമ വ്യവസായവുമെല്ലാമാണ് പ്രധാന സാമ്പത്തിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ പ്രധാന ജോലി എന്താണ്? ഒന്നിൽ മരം വെട്ടുക, അതല്ലെന്നുണ്ടെങ്കിൽ കമ്പിളി രോമ വ്യവസായമാണ് ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാന തൊഴിൽ എന്ന് പറയുന്നത്. സാമ്പത്തിക മേഖല കനേഡയിലെ ഈ മേഖലയിൽ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്. അപ്പോൾ കനേഡയിൽ ആണെങ്കിൽ ഇവിടെ മരം വെട്ട് വ്യവസായം വളരെ പ്രശസ്തമാണ്. ഇനി ഞാൻ നോക്കിയ ടൈഗ മേഖല എവിടെയൊക്കെയാണുള്ളതെന്ന് നോക്കാം. ഏതൊക്കെ ഭൂഖണ്ഡങ്ങളിലാണ്? യൂറോപ്പ്, ഏഷ്യ എന്നിവിടങ്ങളിൽ ടൈഗ മേഖലയുണ്ട്. അതുപോലെ എവിടെയും വടക്കേ അമേരിക്കയിലും ടൈഗ മേഖല കാണപ്പെടുന്നു. ടൈഗ മേഖലയിൽ നിന്നും ധ്രുവപ്രദേശത്തോട് അടുക്കുംതോറും സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. അപ്പം നമ്മൾ ടൈഗ മേഖലയിൽ നിന്ന് ഇങ്ങോട്ട് പോകുമ്പോൾ ധ്രുവപ്രദേശങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ എന്ത് കുറവാണ്? അവിടെ സസ്യങ്ങളുടെ ഉയരം കുറഞ്ഞു വരികയും എണ്ണം കുറഞ്ഞ് അവ അങ്ങിങ്ങായി മാത്രം ചുരുങ്ങുകയും ചെയ്യുന്നു. അതിശൈത്യമേഖലാ സസ്യങ്ങളായ കുറ്റിച്ചെടികളും പായലുകളും മാത്രമേ ധ്രുവപ്രദേശത്തിനോടടുത്ത് കാണാനാകൂ. അപ്പോൾ ഇവിടെ എന്താണ്? ഇവിടെയുള്ള ധ്രുവപ്രദേശത്തിനോടടുത്ത് ഉള്ള സസ്യങ്ങളെന്ന് പറയുമ്പം അതെന്തൊക്കെയായിരിക്കും? അതിശൈത്യമേഖലാ സസ്യങ്ങളായ കുറ്റിച്ചെടികൾ, നമ്മുടെ പായലുകൾ, ഇവയൊക്കെയാണ് ധ്രുവപ്രദേശത്തിനോടടുത്ത് കാണപ്പെടുന്ന സസ്യങ്ങളെന്ന് പറയുന്നത്. ഇനി ഒരു മേഖലയും കൂടിയുണ്ട്. ഏതാണ്? ടണ്ട്ര മേഖല. ആർട്ടിക് വൃത്തത്തിന് വടക്ക് അലാസ്ക, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായി വ്യാപിച്ചിരിക്കുന്ന അതിശൈത്യ മേഖലയാണ് ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. അപ്പോൾ ടണ്ട്ര മേഖല എവിടെയൊക്കെയാണുള്ളത്? ആർട്ടിക് വൃത്തത്തിന് വടക്കായിട്ട് അലാസ്കയിൽ, കാനഡ, ഗ്രീൻലാൻഡ്, യൂറോപ്പിലെയും ഏഷ്യയിലെയും ആർട്ടിക് സമുദ്രതീരങ്ങൾ എന്നീ പ്രദേശങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതാണ് നമ്മൾ ടണ്ട്ര മേഖല എന്ന് പറയുന്നത്. അതിശൈത്യമേഖലയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇവിടെ ശൈത്യകാല താപനില -25°C മുതൽ -40°C വരെയാണ്. ഭയങ്കരമാണ് കേട്ടോ. -25° മുതൽ -40° വരെയാണ് ടണ്ട്ര കാലാവസ്ഥാ മേഖലയിലെ ശൈത്യം എന്ന് പറയുന്നത്. വേനൽക്കാലത്ത് താപനില 10°C വരെ ഉയരാറുണ്ട്. അപ്പോൾ വേനൽക്കാലമാണെങ്കിൽ 10°C വരെ ഉയരാറുണ്ട്? ഈ ഇവിടുത്തെ കാലാവസ്ഥ ഉയരാറുണ്ട്. ടണ്ട്ര മേഖലയിൽ മുഖ്യമായും മഞ്ഞ് വീഴ്ചയുടെ രൂപത്തിലായിരിക്കും വർഷണം. അപ്പോൾ ഇവിടെ മഴ പെയ്യുന്നത് എങ്ങനെയാണ്? മഞ്ഞ് വീഴുന്നത് പോലെയാണ്, മഞ്ഞ് രൂപത്തിലാണ് മഴ പെയ്യുന്നത്. ടണ്ട്ര മേഖലയിലെ പ്രതികൂല കാലാവസ്ഥാ സാഹചര്യത്തിൽ വളരെ കുറച്ച് സസ്യങ്ങൾ മാത്രമേ അതിജീവിക്കുകയുള്ളൂ. അപ്പോൾ ഇവിടുത്തെ പ്രതികൂല സാഹചര്യമാണ്, അതുകൊണ്ട് തന്നെ സസ്യങ്ങളൊക്കെ അതിജീവിക്കാൻ വളരെ പാടാണ്. അതുകൊണ്ട് കുറച്ച് സസ്യങ്ങൾ മാത്രമേ അവിടെ അതിജീവിക്കുകയുള്ളൂ. വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. അപ്പോൾ ടണ്ട്ര മേഖലയിലെ വേനൽക്കാലത്ത് മാത്രമാണ് സസ്യങ്ങൾ വളരുന്നത്. വളർച്ചാകാലം വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ ചെറുകുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ മേഖലയിൽ കാണപ്പെടുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ പറഞ്ഞത്? വളർച്ചാകാലം കുറവാണ്, വളരെ കുറവായതിനാൽ ഉയരം കുറഞ്ഞ ചെറുകുറ്റിച്ചെടികളും പായലുകളുമാണ് ഈ ടണ്ട്ര മേഖലയിലും കാണപ്പെടുന്നത്. എസ്കിമോ, ലാപ്പാസ് തുടങ്ങി ഈ മേഖലയിലെ തദ്ദേശീയർ അർദ്ധനാടോടി ജീവിതം നയിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ തദ്ദേശീയ ആളുകൾ അറിയപ്പെടുന്നത് എന്താണ്? എസ്കിമോകൾ എന്നും ലാപ്പാസ് എന്നുമാണ് അറിയപ്പെടുന്നത്. ഇവർ അർദ്ധനാടോടി ജീവിതം നയിക്കുന്നവരാണ്. മനുഷ്യ ഇടപെടലുകൾ താരതമ്യേന കുറഞ്ഞ ഇടങ്ങളാണ് ആർട്ടിക് പ്രദേശം. ഭാവിയിൽ പ്രയോജനപ്പെടാവുന്ന സാധ്യതകൾ തേടി ശാസ്ത്രജ്ഞരും പര്യവേക്ഷകരും ഈ മേഖലയിൽ പഠനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മേഖലയുടെ കൂടുതൽ പ്രദേശങ്ങൾ തുടർ അധ്യായത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കാലാവസ്ഥാ മേഖല, അതുപോലെ അതിൻ്റെ സ്ഥാനം, കാലാവസ്ഥ, സസ്യജാലങ്ങൾ, മനുഷ്യപ്രവർത്തനങ്ങൾ, ഇതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഈ ഒരു പാർട്ട് നമുക്ക് ഇന്ന് ഇവിടെ അവസാനിപ്പിക്കാം. ഇനി അടുത്തൊരു പാർട്ട് കൂടി ആയിട്ട് നമുക്ക് 2 പാർട്ടായിട്ട് ഇത് എടുക്കാൻ പറ്റത്തുള്ളൂ. അത്രത്തോളം ലോങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ മുറിച്ചെടുക്കുന്നത്. അപ്പോൾ അത്രത്തോളം ഉണ്ട്. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾ കമൻറ്റുകൾ കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക് യു.